ഏറ്റവും പ്രധാനപ്പെട്ടതും ജാഗ്രത പാലിക്കേണ്ടതുമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. രാജ്യത്ത് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, സുനാമി മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് രാജ്യം ജാഗ്രത പാലിക്കാനായി മുന്നോട്ട് വയ്ക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നമ്മൾ അനുസരിക്കുകയും വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പസഫിക് ദ്വീപ് രാഷ്ട്രമായ ടോങ്കയിൽ വൻ ഭൂചലനമാണ്. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് രാജ്യത്ത് സുനാമി മുന്നറിയിപ്പ് നൽകി. ദ്വീപരാഷ്ട്രമായ ന്യൂവിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. 0.3 മുതൽ 1 മീറ്റർ ഉയരമുള്ള സുനാമി തിരമാലകൾ ഉണ്ടാവുമെന്നാണ് മുന്നറിയിപ്പ്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം മുതൽ 300 കിലോമീറ്റർ ദൂരത്തിൽ സുനാമി തിരമാലകൾ അടിക്കുമെന്നാണ് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. 1 ലക്ഷത്തോളമാണ് ടോങ്കോയുടെ ജനസംഖ്യ. ഇവിടെ ഭൂചലനങ്ങൾ സാധാരണമാണ്. 171 ദ്വീപുകൾ ചേരുന്നതാണ് ടോങ്കോ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ മ്യാൻമാറിലൊക്കെ ഭൂചലനം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഈ സുനാമിയൊക്കെ നമുക്ക് നേരിട്ട് ചില ചലനങ്ങൾ അല്ലെങ്കിൽ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മുന്നറിയിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. 2024 ഡിസംബറിൽ ദക്ഷിണ തെക്കുകിഴക്കൻ ഏഷ്യയിലെ നിരവധി രാജ്യങ്ങളുടെ തീരങ്ങളിൽ ആഞ്ഞടിച്ച സുനാമി. 2004 ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമി. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അതിരുകളിൽ വൻ നാശത്തിനും നാശനഷ്ടങ്ങൾക്കും സുനാമി അതിൻ്റെ അനന്തരഫലങ്ങളും കാരണമായി. 2004 ഡിസംബർ 26 പ്രാദേശിക സമയം രാവിലെ 7:59 ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയുടെ തീരത്ത് 9.1 തീവ്രതയുള്ള കടലിനടിയിൽ ഒരു ഭൂകമ്പമുണ്ടായി. അടുത്ത 7 മണിക്കൂറിനുള്ളിൽ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമി കൂറ്റൻ സമുദ്ര തിരമാലകളുടെ ഒരു പരമ്പര ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തി. കിഴക്കൻ ആഫ്രിക്ക വരെ വിദൂരമായ തീരപ്രദേശങ്ങളിൽ നാശം വിതച്ചു. ചില സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് 30 അടി, അതായത് 9 മീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉയരത്തിലാണ് എത്തിയതെന്നാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് സുനാമിക്ക് കാരണമായത്. ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഇന്ത്യ, മാലിദ്വീപ്, തായ്ലൻഡ് എന്നീ 15 രാജ്യങ്ങളിലായി ഏകദേശം 2,28,000 പേരുടെ ജീവനാണ് ഈ സുനാമി അപഹരിച്ചത്. ഇന്തോനേഷ്യൻ ഉദ്യോഗസ്ഥർ കണക്കാക്കിയത് മരണസംഖ്യ ഒടുവിൽ 2 ലക്ഷം കവിഞ്ഞു എന്നാണ്. പ്രത്യേകിച്ച് വടക്കൻ സുമാത്രയിലെ ആഷെ പ്രവിശ്യയിൽ, ശ്രീലങ്കയിലും ഇന്ത്യയിലും 10,000-കണക്കിന് ആളുകൾ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തതായി റിപ്പോർട്ടുണ്ട്. അവരിൽ വലിയൊരു പങ്കും ഇന്ത്യൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്നുള്ളവരാണ്. താഴ്ന്ന പ്രദേശമായ മാലിദ്വീപിൽ 100-ലധികം പേർ കൊല്ലപ്പെടുകയും വലിയ സാമ്പത്തിക നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഈ മേഖലയിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്ന ആയിരക്കണക്കിന് ഏഷ്യക്കാർ അല്ലാത്ത വിനോദസഞ്ചാരികളും മരിച്ചതായി കണക്കാക്കുകയാണ് ഉണ്ടായത്. ഭക്ഷണത്തിൻ്റെയും ശുദ്ധജലത്തിൻ്റെയും വൈദ്യചികിത്സയുടെയും അഭാവം, റോഡുകൾ തകർന്നതോ ആഭ്യന്തര യുദ്ധം പുറപ്പെട്ടതോ ആയ ചില വിദൂര പ്രദേശങ്ങളിലേക്ക് സാധനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തകർ നേരിടുന്ന വലിയ ദൗത്യവുമായി സംയോജിച്ച് മരിച്ചവരുടെ പട്ടിക വർദ്ധിച്ചു. ഗ്രാമങ്ങൾ, ടൂറിസ്റ്റ് റിസോർട്ടുകൾ, കൃഷിയിടങ്ങൾ, മത്സ്യബന്ധന കേന്ദ്രങ്ങൾ എന്നിവ തകർന്നു വീഴുകയോ അവശിഷ്ടങ്ങൾ, മൃതദേഹങ്ങൾ, സസ്യങ്ങളെ കൊല്ലുന്ന ഉപ്പുവെള്ളം എന്നിവയാൽ മൂടപ്പെടുകയോ ചെയ്തതോടെ ദീർഘകാല പാരിസ്ഥിതിക നാശം ഗുരുതരമായിരുന്നു. സുനാമിയെ തുടർന്നുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും മാനുഷിക സംഘടനകളും ദുരിതബാധിത പ്രദേശങ്ങൾക്ക് സഹായഹസ്തവുമായി എത്തി. സുനാമിയുടെ അനന്തരഫലമായി പല രാജ്യങ്ങളിലും സ്മാരകങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. തായ്ലൻഡിലെ ഫാങ്കയിലുള്ള മാൻ നാം ഖേം സുനാമി സ്മാരക പാർക്ക്, ശ്രീലങ്കയിലെ പെരിയായിലുള്ള സുനാമി ഹോങ്കഞ്ചി വിഹാരയ്യ, ഇന്തോനേഷ്യയിലെ ബന്ദ ആച്ചയിലെ ആച്ചെ സുനാമി മ്യൂസിയം, കന്യാകുമാരി, നാഗപട്ടണം, ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലെ സുനാമി സ്മാരകങ്ങൾ, ഓസ്ട്രേലിയയിലെ കിംസ് പാർക്കിലുള്ള ഇന്ത്യൻ മഹാസമുദ്ര സുനാമി സ്മാരകം എന്നിവ സുനാമി മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലായി വിലയിരുത്തുന്നു. സുനാമി മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ രാജ്യങ്ങളുടെയും സംഘടനകളുടെയും കൂടുതൽ മെച്ചപ്പെട്ട സുനാമി മുന്നറിയിപ്പ്, അതായത് ദുരന്ത നിവാരണ സംവിധാനങ്ങൾക്കായി അത് പ്രേരിപ്പിക്കാൻ കാരണമായി. യുനെസ്കോയുടെ ഇന്റർ ഗവൺമെന്റൽ ഓഷ്യാഗ്രാഫിക് കമ്മീഷൻ, അതായത് IOC പ്രകാരം 2005 സ്ഥാപിതമായ ഇന്ത്യൻ ഓഷ്യൻ സുനാമി മുന്നറിയിപ്പ് ആൻഡ് മിറ്റിഗേഷൻ സിസ്റ്റം
സമഗ്രമായ അപകട സാധ്യത വിലയിരുത്തൽ, നേരത്തെയുള്ള മുന്നറിയിപ്പ് കഴിവുകൾ, കമ്മ്യൂണിറ്റി അവബോധ പരിപാടികൾ എന്നിവയിലൂടെ അംഗരാജ്യങ്ങളിൽ സുനാമി തയ്യാറെടുപ്പ് മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന ഒരു അന്താരാഷ്ട്ര സംരംഭമാണ്. 2008 അന്താരാഷ്ട്ര തലത്തിൽ ആരംഭിച്ച IOCയുടെ സുനാമി റെഡി റെക്കഗ്നൈസേഷൻ പ്രോഗ്രാം വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും കമ്മ്യൂണിറ്റി തയ്യാറെടുപ്പ് പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക സന്നദ്ധത വർദ്ധിപ്പിക്കുകയും സുനാമി സംഭവങ്ങളിൽ അപകട സാധ്യതയുള്ള സമൂഹങ്ങൾ വിവരവും പ്രതിരോധശേഷിയും ഉള്ളവരാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. സുനാമി ഒരു മഹാദുരന്ത സമുദ്ര തിരമാല. സാധാരണയായി ഒരു അന്തർവാഹിനി ഭൂകമ്പം, വെള്ളത്തിനടിയിലോ തീരപ്രദേശത്തോ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ മൂലമുണ്ടാകുന്ന ഒരു ദുരന്ത സമുദ്ര തിരമാല. ഡൈവൽ വേവ് എന്ന പദം അത്തരം ഒരു തരംഗത്തിന് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതൊരു തെറ്റായ പേരാണ്. കാരണം തിരമാലയ്ക്ക് വേലിയേറ്റവുമായി യാതൊരു ബന്ധവുമില്ല. ഒരു ഭൂകമ്പമോ മറ്റുൽപ്പാദിപ്പിക്കുന്ന ആവേഗമോ ഉണ്ടായതിനു ശേഷം ലളിതവും പുരോഗമനപരവുമായ ആന്തോളന തരംഗങ്ങളുടെ ഒരു പരമ്പര സമുദ്ര ഉപരിതലത്തിൽ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തങ്ങളിൽ വലിയൊരു ദൂരത്തേക്ക് വ്യാപിക്കുന്നു. ഒരു കല്ല് ഒരു ആഴം കുറഞ്ഞ കുളത്തിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന തിരമാലകൾ പോലെ ആഴത്തിലുള്ള വെള്ളത്തിൽ ഒരു സുനാമിക്ക് മണിക്കൂറിൽ 800 കിലോമീറ്റർ, അതായത് 500 മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. തരംഗ ദൈർഘ്യങ്ങൾ വളരെ വലുതാണ്. ചിലപ്പോൾ 500 കിലോമീറ്റർ, അതായത് ഏകദേശം 310 മൈൽ കവിയുന്നു. പക്ഷേ തിരമാലകളുടെ വ്യാപ്തി, അതായത് ഉയരം വളരെ ചെറുതാണ്. ഏകദേശം 30 മുതൽ 60 സെന്റിമീറ്റർ, 1 മുതൽ 2 അടി വരെ മാത്രം. തിരമാലകളുടെ കാലഘട്ടങ്ങൾ തുടർച്ചയായ കൊടുമുടികളോ താഴ്ചകളോ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകാനുള്ള സമയദൈർഘ്യം വളരെ നീണ്ടതാണ്. 5 മിനിറ്റ് മുതൽ 1 മണിക്കൂറിൽ കൂടുതൽ വരെ വ്യത്യാസപ്പെടുന്നു. തിരമാലകളുടെ വളരെ താഴ്ന്നയും കുത്തനെയും ഉയരവുമുള്ള ഈ നീണ്ട കാലങ്ങൾ സാധാരണ കാറ്റിൻ്റെ തിരമാലകളായും വീക്കത്താലും ആഴത്തിലുള്ള വെള്ളത്തിൽ അവയെ പൂർണ്ണമായും മറയ്ക്കാൻ പ്രാപ്തമാവുന്നു. സമുദ്രതീരത്തുള്ള ഒരു കപ്പലിന് സുനാമി അനുഭവപ്പെടുന്നത് 1/2 മീറ്റർ അടി മാത്രം ഉയരുന്ന 5 മിനിറ്റ് മുതൽ 1 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ ഉയർച്ച താഴ്ചയുടെ രൂപത്തിലാണ്. എന്നിരുന്നാലും തിരമാലകൾ ഒരു ഭൂഖണ്ഡത്തിന്റെ തീരത്തേക്ക് അടുക്കുമ്പോൾ ഉയരുന്ന കടലിന്റെ അടിത്തട്ടുമായുള്ള ഈ ആകർഷണം തിരമാലകളുടെ വേഗത കുറയ്ക്കുന്നു. വേഗത കുറയ്ക്കുമ്പോൾ തരംഗ ദൈർഘ്യം കുറയുകയും തിരമാലകളുടെ വ്യാപ്തി, അതായത് ഉയരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ തീരദേശം ജലം സാധാരണ സമുദ്രനിരപ്പിൽ നിന്ന് 30 മീറ്റർ, അതായത് ഏകദേശം 100 അടി വരെ ഉയരാം. സമുദ്രനിരപ്പ് ഉയർന്നതിന് ശേഷം ഭൂഖണ്ഡാന്തര ഷെൽഫ് ജലം അത് വലിക്കാൻ, അതായത് ആ വെള്ളം മുഴുവൻ പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. 3-നും 5-നും ഇടയിലുള്ള പ്രധാന ഈ സമയങ്ങളിൽ മിക്ക നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അവ പലപ്പോഴും മരങ്ങളെ പിഴുതെറിയുകയും കെട്ടിടങ്ങളെ അവയുടെ അടിത്തറയിൽ നിന്ന് വലിച്ചെറിയുകയും ബോട്ടുകൾ വരെ ദൂരെ കരയിലേക്ക് കൊണ്ടുപോവുകയും മുഴുവൻ ബീച്ചുകളും ഉപദ്വീപുകളും മറ്റും താഴ്ന്ന തീരദേശ രൂപീകരണങ്ങളും കഴുകിക്കളയുകയും ചെയ്യുന്ന ശക്തമായ റൺ അപ്പുകളായി കാണപ്പെടുന്നു. എന്തായാലും കൃത്യമായ മുന്നറിയിപ്പുകൾ പാലിക്കുക. കാരണം സുനാമി എന്ന് പറയുന്നത് ഒരിക്കൽ നമ്മൾ ഇന്ത്യ മുഴുവൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടി അനുഭവിച്ച, ഒരുപാട് മരണങ്ങൾ സംഭവിച്ച ഒരു സമയമാണ്. അതുകൊണ്ട് മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോവുക.